ഇറേസുമി, IREZUMI, ഇറേസുമി എന്ന് പറഞ്ഞാൽ ജാപ്പനീസ് ഭാഷയിൽ ടാറ്റു എന്നാണ് പറയുന്നത്. ടാറ്റു വരച്ചിട്ടുള്ളത്. അപ്പം 1966 ഇറങ്ങിയൊരു ജാപ്പനീസ് സിനിമയാണ്. ഞാൻ മൂബി എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലാണത് കണ്ടത്. അപ്പം ഒരു പെൺകുട്ടീനെ കിഡ്നാപ്പ് ചെയ്യാണ്, എന്നിട്ട് പ്രോസ്റ്റിറ്റ്യൂഷനിലേക്ക് വിടുകയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഒരു ടാറ്റു ആർട്ടിസ്റ്റ് വന്നിട്ട് ഈ കുട്ടിയുടെ പിന്നിൽ ഒരു സ്പൈഡർ, ഒരു എട്ടുകാലീനെ ടാറ്റു ചെയ്യും. അങ്ങനെ എട്ടുകാലിയുടെ ഒരു പ്രത്യേകത, എട്ടുകാലിയുടെ ദ ഫീമെയിൽ ഈറ്റ്സ് ദ മെയിൽ എന്നുള്ളൊരിതുണ്ട്. അങ്ങനെ എട്ടുകാലിയെ പോലെ ഈ സ്ത്രീ മറ്റുള്ള പുരുഷന്മാരെ കൊല്ലുകയും നശിപ്പിക്കുകയും ഭയങ്കര റിവെഞ്ച് എടുക്കുന്ന പോലുള്ള ആയി തീരുകയാണ്. അത് ഈ ആർട്ടിസ്റ്റ് മനസ്സിലാക്കുകയും ആർട്ടിസ്റ്റ് ഇനി വരയ്ക്കില്ല എന്ന് തീരുമാനിക്കുകയൊക്കെ ചെയ്യുന്ന ഇതൊക്കെ തന്നെ ഒരു ഇറോട്ടിക് ത്രില്ലറാണ്. ഒരു 1966 ഇറോട്ടിക് ത്രില്ലർ എങ്ങനെ ഉണ്ട് എന്നുള്ളത് കാണാനും കൂടെ ഐ തിങ്ക് ദിസ് ഇസ് എൻ ഇൻട്രസ്റ്റിംഗ് മൂവി ടു വാച്ച്. പിന്നെ സ്വാഭാവികമായിട്ടും നിങ്ങൾ പഴയ കാലത്തുള്ള ജാപ്പനീസ് സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേ ഇറ്റ് ഈസ് മെയ്ഡ് ഇസ് ക്വൈറ്റ് ഡിഫറെൻറ്റ്. വയലൻസ് ഞാൻ ആ കാലത്ത് കാണുന്ന സിനിമകൾക്കുള്ളതിനെക്കാട്ടുമൊക്കെ എത്രയോ കൂടുതൽ വയലൻസ് ഡിപ്പിക്റ്റ് ചെയ്യുന്നുണ്ട് ഇതിൽ. പല രീതിയിലുള്ള വയലൻസ്, ഇപ്പോൾ കത്തിക്കുത്തായാലും അടിപിടി ആയാലും ഒക്കെ തന്നെ നമ്മൾ ആ കാലത്ത് ചിലപ്പം ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത ടൈപ്പ് വയലൻസ് ഡിപ്പിക്റ്റ് ചെയ്തതായിട്ട് എനിക്ക് തോന്നി. If you're interested in exploring movies that probably started some kind of wave, അല്ലെങ്കിൽ റിവഞ്ച് സിനിമകൾ ധാരാളം സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് എങ്ങനെ റിവഞ്ച് സിനിമ കാണുന്നു എന്നുള്ളതൊക്കെ നോക്കാം. ഇതിൽ അവസാനമാകുമ്പോഴേക്കൊക്കെ ആരാണ് ശരി ആരാണ് തെറ്റ്, റിവഞ്ച് എടുക്കുന്ന ആളാണോ റിവഞ്ച് എടുക്കാത്ത ആളാണോ എന്താണെന്നൊക്കെ ക്വസ്റ്റ്യനബിളായിട്ട് വരുന്നൊരു സിറ്റുവേഷനാണ്. ബിക്കോസ് people at the same time remain good and act bad, or vice versa. അപ്പോൾ that is a movie that I wanted to introduce today. നിങ്ങൾക്ക് if you're interested in Japanese movie and 1960s സിനിമ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല, കളർ സിനിമയാണ്, ഇറോട്ടിക് ത്രില്ലർ ബാക്ക് ഇൻ ദോസ് ടൈംസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇറേസുമി എന്ന് പറഞ്ഞാൽ ടാറ്റു ആണെന്നുള്ളതാണ് ഞാൻ പഠിച്ചൊരു സംഭവത്തിൽ നിന്ന്. എന്നാൽ പിന്നെ അങ്ങനെയാക്കാം.